ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി 2 ആപ്പിൾ വെച്ചിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കാം. കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കണ പോലെ അതേ രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടി 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്തെടുക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വിസ്ക് വെച്ചിട്ട് പഞ്ചസാരയൊക്കെ നല്ലപോലെ നലിയിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ നലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എന്ന അളവിൽ ഞാൻ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഞാൻ ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചലിച്ചെടുക്കാം. എൻ്റെ ഓരോ വീഡിയോസും ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരണേ. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് 1/4 കപ്പ് എന്നുള്ളതിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ എന്നുള്ളതിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ്റെ എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ബട്ടർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 25 ഗ്രാം എന്നുള്ളതിൽ ബട്ടർ എടുത്തിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച കടായിലേക്ക് ഈ ബട്ടർ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടറൊക്കെ തേച്ച് പിടിപ്പിച്ച കേക്ക് ടിന്നിലേക്ക് നമുക്ക് കുറച്ച് ആപ്പിൾ സ്ലൈസ് ചെയ്തത് ഒരു ലെയറായിട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ബാറ്റർ തയ്യാറാക്കിയത് പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആപ്പിളും ബാറ്ററായിട്ട് ഒരു ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബട്ടർ മെൽട്ടാക്കി എടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ലെയറും കൂടി ആപ്പിൾ വെച്ച് കൊടുത്തതിന് ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച കടായിലേക്ക് നമ്മൾ കേക്ക് ടിൻ ഇറക്കി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോളം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സ്കൂർ വെച്ച് കുത്തി നോക്കാം. അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായതിന് ശേഷം നമുക്ക് പുറത്ത് വയ്ക്കാം. പുറത്ത് വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നോക്കുമ്പോൾ ഇതേപോലെ അരിഭാഗമൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് കമിഴ്ത്തിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കണ പോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലെയർ ആയിട്ടുണ്ടാവും കട്ട് ചെയ്ത പീസ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക. ഒരു ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.